ഈ വ്യാജരേഖ എന്നുള്ള പദം അവിടെ പ്രയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ആ റേഷൻ കാർഡിൽ പേരും ആ വോട്ടർ ID കാർഡിൽ പേരും കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് ഇതേ ബൂത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് വ്യാജരേഖയാണ് എന്നുള്ളത് ഇപ്പോൾ ഒരു വിഷയം പോപ്പപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമാണ്. CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവർ എന്ന് പറയപ്പെടുന്ന 3 പേരെ കൊണ്ട് ഈ ഒരു പരാതി കൊടുക്കും. 2 പേരും ബാംഗ്ലൂരുള്ളവരാണ്, ഒരാൾ വിദേശത്ത് ദുബായിലാണ്. അപ്പോൾ ഈ 3 പേരും കൂടി ഈ ഒരു പരാതിയുടെ ഭാഗമായിട്ട് ഇപ്പം മുൻപോട്ട് വരുന്നത് കൃത്യമായ CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൻ്റെ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസുണ്ട് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വ്യാജ പരാതി എനിക്കെതിരായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ പത്തനംതിട്ട ജില്ലയുമായിട്ട്, അപ്പോൾ ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്, എനിക്ക് പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നവരോട് പത്തനംതിട്ട ജില്ലയിലെ CPI നേതൃത്വത്തിനും ഇടതുപക്ഷത്തുകാർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിനപ്പുറത്തേക്ക് 2016 മുതൽ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വനിതകലാ സാഹിതി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ 2018-19 കാലയളവിലാണ് IPSO എന്ന് പറയുന്ന ദേശീയ സംഘടനയുടെ ഓൾ ഇന്ത്യ പ്രോഗ്രസ് പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ കൗൺസിൽ അംഗമായത് പത്തനംതിട്ട ജില്ലയിലെ ഡെലിഗേറ്റ് ആയിട്ടാണ്. 2018-19 കാലയളവിലാണ് ഞാൻ അതിൻ്റെ ദേശീയ സമിതിയിലെത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ് എങ്കിൽ, കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും കൊല്ലം ജില്ലയിലെ ഒരു സംഘടനാ പ്രവർത്തനത്തിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ തലപ്പത്തോ അംഗമായിട്ടോ ഇക്കാലയളവിൽ ഞാൻ ഉണ്ടാകാതിരുന്നത്? അപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുകയും പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലൂടെ മാത്രം വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കുകയും എൻ്റെ LKG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് എൻ്റെ ഡിവിഷനിൽ തന്നെയുള്ള പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലാണ്. ഞാൻ താമസിച്ചത് ഇതേ അമ്മാവി, എൻ്റെ അമ്മാവിൻ്റെ അമ്മാവിയുടെയും വീടാണ്. ഇപ്പോൾ 2011 അവർ വാങ്ങിച്ച വീടാണ് അടൂര മണക്കാലയിലെ വീട്. അതിന് മുൻപ് അത്രയും കാലവും 2011 മുൻപുള്ള എല്ലാ കാലത്തും അവർ താമസിച്ചിരുന്നത് കടമ്പനാട് പഞ്ചായത്തിലുള്ള 2 വാടക വീടുകളിലായിട്ടാണ്. അപ്പോൾ ഈ 2 വാടക വീടുകളും ഞാൻ കടമ്പനാട് സ്കൂളിൽ, കടമ്പനാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും വിവേകാനന്ദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ 2 സ്കൂളുകളിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളുകളിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് എൻ്റെ അമ്മാവിയുടെ 2 വാടക വീടും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയുമായിട്ട് മാത്രമാണ് എനിക്ക് ജന്മം മുതൽ, പഠനം മുതൽ, ജീവിതം മുതൽ, സംഘടനാ പ്രവർത്തനം മുതൽ പരിപൂർണമായി ഞാൻ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. എന്നെ അൺനെസസറി ആയിട്ട് അനാവശ്യമായിട്ട് കൊല്ലം ജില്ലയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കുട്ടികളുടെ ഒക്കെ അഡ്രസ്സിൽ നമ്മൾ കാണാറുണ്ട്. ഒരു കാലഘട്ടം വരെ ചിലപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഇടത്തായിരിക്കാം. പക്ഷേ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരിടത്തേക്കാകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ അഡ്രസ്സിലേക്ക് മാറ്റപ്പെടുന്നത് എല്ലായിടത്തും കാണുന്ന ശൈലിയാണ്. എനിക്കിതൊരിക്കലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പലയിടത്തും പേര് ചേർക്കുന്നു, വോട്ട് ചെയ്യുന്നു എന്നുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളോട് പോലും ഇത് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമായിട്ട് പേര് മാറ്റി അതിനുവേണ്ടി മാത്രം പത്തനംതിട്ട ജില്ലയിലെ ഒരു അഡ്രസ്സ് കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ഒരു പരിചയമില്ലാത്ത ഒരിടത്തേക്ക് പേര് ചേർത്ത് ഒന്നും വന്നയാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ജനിച്ച കാലം മുതൽ ഞാൻ താമസിക്കുന്ന, എനിക്ക് ബന്ധമുള്ള, എനിക്ക് ആത്മബന്ധത്തിനപ്പുറം പറയാൻ സാധിക്കുന്നത് എൻ്റെ അമ്മയല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ബന്ധമില്ലാത്തൊരു വ്യക്തിയല്ല അമ്മാവൻ. ഇപ്പോൾ അവർ പറയുന്നത് അമ്മൂമ്മയുടെ അകന്ന ബന്ധം, അവരുടെ അമ്മൂമ്മയുടെ അകന്ന ബന്ധം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഇവരുടെ തന്നെ ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള 3 പേരാണ്: ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത്. അതിൽ ശ്രീജിത്ത്, ശ്യാംജിത്ത് എന്നിവരാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വന്നത്. ഇത് ഒരു ഡോക്യുമെൻ്റ് ആണ്, പ്രമാണം, എൻ്റെ പേരിലുള്ള പ്രമാണമാണ്. ഇത് എഴുതി തന്നിരിക്കുന്നയാൾ ശ്രീപാർവതി S. പിള്ള എന്ന് പറയുന്നയാൾ ഈ പറയുന്ന 3 പേരുടെയും ഒരേ ഒരു സഹോദരിയാണ്. അവർ 4 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ സഹോദരിയാണ് ശ്രീപാർവതി S. പിള്ള. ഒരു സംശയം തോന്നുന്നത്, ഇപ്പോൾ ഇത് എന്താണ്, എന്നിട്ട് ഡേറ്റ് എന്നാണ് എഴുതി തന്നിരിക്കുന്നത് ഈ സമ്മതപത്രം? അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 3ാമത്തെ പേജിലായിട്ട് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. കണ്ണകത്ത് കുഞ്ഞൻപിള്ളയുടെയും അയണിവേലിൽ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും 7 മക്കളിൽ 4ാമത്തെ മകളായ L. അമ്മുക്കുട്ടി അമ്മയുടെ മകൻ സോമനാഥൻ പിള്ളയുടെ മകളായ ഞാൻ, മേൽപ്പറഞ്ഞ കുഞ്ഞൻപിള്ളയുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും 6ാമത്തെ മകളായ L. ശാരദാമ്മയുടെ മകളായ S. ഗിരിജാദേവി അമ്മയുടെ മകളുമായ താങ്കൾ, മേൽപ്പറഞ്ഞ വസ്തുവിലുള്ള വീട്ടിൽ താമസിച്ച് എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്നും 2015 മുതൽ മരണം വരെ എൻ്റെ മാതാപിതാക്കളെ പരിചരിച്ചും സംരക്ഷിച്ചും മേപ്പടി വസ്തുവും വീടും നോക്കി നടത്തി വന്നിരുന്നതും ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നതുമായിരുന്നു. മേൽപ്രകാരം എന്ന് തുടങ്ങിയാണ് ഈ പ്രമാണത്തിൽ ബന്ധം എന്താണ് എന്ന് വ്യക്തമാക്കുക. കാരണം ഇഷ്ടദാന ആധാരമാണ്. ഇതിൽ കൃത്യമായിട്ട് ബന്ധം എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. വ്യാജ എൻ്റെ ഒറ്റ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയും ഈ ഇന്നലെ നിങ്ങളെല്ലാവരെയും കണ്ട 2 പേരുടെ അച്ഛൻ്റെ അമ്മയും സിസ്റ്റേഴ്സാണ്, സഹോദരങ്ങളാണ്. 6 വർഷം മുമ്പാണല്ലോ ഈ റേഷൻ കാർഡിൽ പേര് ചേർത്തെന്ന് പറഞ്ഞു. 6 വർഷം മുമ്പ്. അപ്പോൾ അന്ന് ഇത് എഴുതി തന്നിട്ടില്ലല്ലോ.
മത്സരിച്ചപ്പോൾ അവിടെ അതെ, തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് മത്സരിക്കുമ്പോഴാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് പത്തനംതിട്ടയിലാണ്. ഞാൻ 2016 മുതൽ കോളേജ് കഴിഞ്ഞ കാലം മുതൽ വനിതകലാ സാഹിതി എന്ന് പറയുന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. എന്നെ സംബന്ധിച്ച് സംഘടന 2018 നടന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള അൺഫോർച്ചുനേറ്റ്ലി കോൺഗ്രസ് അവിടുത്തെ ഭരണസമിതിയായിരുന്നു. ആ സമയത്ത് ഞാൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്ത അവിടെ നിന്നാണ്. മനോരമ ന്യൂസ് ചാനൽ നമ്മുടെ 2019 ഒരു കാര്യം കൂടി, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ചർച്ച അവിടെ സംഘടിപ്പിച്ചപ്പോൾ, പോർക്കളം സംഘടിപ്പിച്ചപ്പോൾ ഞാൻ 2019 ഞാൻ മെമ്പർ അല്ല എന്ന സമയത്ത് ഞാൻ അവിടെ നടന്ന മനോരമയുടെ ഡിസ്കഷനിൽ ഇപ്പോഴത്തെ MLA ആയ ശ്രീ KU ജനീഷ് കുമാറിനൊപ്പം പങ്കെടുത്തത് ഞാനാണ്. എന്നെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു ചർച്ചയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇവർ പറയുന്ന കൊല്ലം ജില്ലയിലെ എൻ്റെ കുടുംബ വീട് എന്ന് പറയുന്നത് കുന്നത്തൂർ നിയോജക മണ്ഡലമാണ്. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാമുള്ള MLA ശ്രീ കോവൂർ കുഞ്ഞുമോനാണ്. അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അവിടുത്തെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ഈ പറയുന്ന ഒരു ചർച്ചകളിലോ ഒന്നിന്റെയും ഭാഗമായിട്ട് പോയിട്ടില്ല. ഉണ്ട് 2016 അടൂരിൽ ചിറ്റയം ഗോകുമാർ MLA ആയതിനു ശേഷം അദ്ദേഹം തന്നെ അവിടെ MP സ്ഥാനാർത്ഥിയായിട്ട് മാവേലിക്കരയിൽ വന്ന ഒരു സമയത്ത് മാത്രമാണ് അടൂര് MLA അവിടേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ചില വേദികളിൽ ഞാൻ സംസാരിക്കാൻ പോയി. അപ്പോൾ എനിക്ക് അതെ, തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ ശ്രീനയുടെ ഇലക്ഷൻ റദ്ദാക്കപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നത് കണ്ടാണ് ഈ നീക്കമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊരു പിന്നീട് എടുത്ത നീക്കമാണോ ഈ ഒരു? അതെ, അവരുടെ സ്വപ്നം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നുള്ള പ്രയോഗത്തോടെ എനിക്ക് പറയാനുള്ളൂ. CPIയുടെ ജില്ലാ നേതൃത്വത്തോടും എനിക്ക് അങ്ങനെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്നാ എൻ്റെ റേഷൻ കാർഡ് ഇന്ന് റദ്ദ് ചെയ്തത്? റേഷൻ കാർഡ് റദ്ദ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആവുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്ത വന്നത്? ഞാൻ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർച്ച് മാസം 7-ാം തീയതിയാണ്. ഈ വാർത്ത അവരറിയുന്നത് മാർച്ച് മാസം 8-ാം തീയതിയോടുകൂടി ഇതെല്ലാവരും അറിയുന്നു. 9-ാം തീയതി തൊട്ട് ഫേസ്ബുക്കിൽ പതിയെ പ്രചരണം തുടങ്ങുന്നു. നിങ്ങളിലേക്ക് വാർത്തകൾ എത്തുന്ന ഏത് തീയതിയിലാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്നിപ്പോൾ 13, 14 ആവുന്നു. അപ്പോൾ 7-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഈ പ്രമാണത്തിന് ശേഷം ഇനി ഈ കേസ് മുന്നോട്ട് പോയാൽ അവർക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നും ശ്രീപാർവതി എൻ്റെ കൂടെ സത്യം പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് എനിക്ക് ഒപ്പമുണ്ട് എന്നും ഇപ്പോൾ ഞാൻ ആ വീടിൻ്റെ ലീഗൽ ഓണറാണ്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ശ്രീജിത്തും ശ്യാംജിത്തും സഞ്ജിത്തും ആ പ്രമാണം, ആ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ ഒപ്പുകൂടി വേണ്ട സാഹചര്യമാണ്. പറയട്ടെ അതെ, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഉണ്ടായ വലിയ ആത്മസംഘർഷവും വലിയ ഫ്രസ്ട്രേഷനും അവർക്കുണ്ട്. അത് CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്, മുൻ ജില്ലാ സെക്രട്ടറിക്ക്, ഇപ്പോൾ എനിക്കെതിരെ ഇലക്ഷൻ്റെ പരാതി കൊടുത്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഞാൻ പാർട്ടിയിൽ 2022 സഖാവ് കാനം രാജേന്ദ്രന് പരാതി കൊടുക്കുമ്പോൾ അതിൽ 2 പേരുടെ അഴിമതിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരാളെക്കുറിച്ചും ഒരാളുടെ പൂർണ്ണമായ അഴിമതിയും. ആ 2 പേരിൽ ഒരാളാണ് എനിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം വലിയ സ്വപ്നമായിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പും റവന്യൂ വകുപ്പും CPIയുടേതാണ് എന്നുള്ളത് കൊണ്ട് ഈ 2 വകുപ്പുകളിലും തങ്ങൾക്ക് ചെലുത്താവുന്ന എല്ലാ പരമാവധി അധികാര ദുർവിനിയോഗവും നടത്തിക്കൊണ്ട് എന്നെ പുറത്താക്കുക എന്ന് പറയുന്ന, അയോഗ്യത കൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഗൂഢാലോചന നടന്നു വരികയായിരുന്നു.